ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് മോദി വ്യാപാര കരാറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ കരാർ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉൽപ്പന്ന കൈമാറ്റമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് കർഷകരുടെ സ്വപ്നങ്ങൾക്കും അധ്വാനത്തിനും ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. അമേരിക്കൻ കൃഷി വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുമായുള്ള ഈ പുതിയ ബന്ധം അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത ഊർജമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാർഷിക വിപണിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനും ഈ കരാർ സഹായിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ വശങ്ങളെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയൊരു കടമ്പയായിരുന്നു ഉയർന്ന താരിഫുകൾ അഥവാ ഇറക്കുമതി നികുതികൾ. ഒരു ഉൽപ്പന്നം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുമ്പോൾ അതിന്റെ വില ഇരട്ടിയാകുന്ന സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ഇത് അമേരിക്കൻ കർഷകർക്ക് ഇന്ത്യൻ വിപണിയിൽ മത്സരിക്കാൻ പ്രയാസമുണ്ടാക്കി. എന്നാൽ മോദി ട്രംപ് ഭരണകൂടങ്ങൾ തമ്മിലുള്ള ചർച്ചകളുടെ ഫലമായി ഈ താരിഫുകളിൽ വലിയ ഇളവുകളാണ് വരുത്തിയിരിക്കുന്നത്. ന്യായീകരിക്കാനാവാത്ത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തതോടെ അമേരിക്കൻ കർഷകർക്ക് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരന്റെയും അടുക്കളയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കുകയാണ്. ഇത് ഒരു തുറന്ന വിപണിയുടെ തുടക്കമാണ്. അമേരിക്കയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ്. അമേരിക്കൻ കൃഷി സെക്രട്ടറി ബ്രൂക്ക് ലെസ്ലി റോളിൻസ് വ്യക്തമാക്കിയതുപോലെ ഈ കരാറിലൂടെ ഗ്രാമീണ അമേരിക്കയിലേക്ക് വലിയ തോതിൽ പണം ഒഴുകിയെത്തും. ബദാം, വാൽനട്ട് തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഇന്ത്യയേക്കാൾ വലിയൊരു വിപണി ലോകത്ത് വേറെയില്ല. 2024 അമേരിക്കയ്ക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ ഒരു വലിയ കമ്മിയുണ്ടായിരുന്നു. എന്നാൽ പുതിയ കരാറിലൂടെ ഈ കമ്മി നികത്താൻ മാത്രമല്ല, ലാഭത്തിലേക്ക് കുതിക്കാനും അവർക്ക് സാധിക്കും. ഇത് അമേരിക്കൻ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുകയും അവിടുത്തെ കാർഷിക മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ഇത് അമേരിക്കയ്ക്ക് മാത്രമുള്ള ലാഭമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിയിൽ അമേരിക്കയ്ക്ക് നിർണായക പങ്കുണ്ട്. നമ്മുടെ രാജ്യത്തെ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി, ഔഷധ സസ്യങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡാണ്. 2024 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ആകെ കാർഷിക കയറ്റുമതിയുടെ ഏതാണ്ട് 12% പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഈ കരാറിലൂടെ ഇന്ത്യൻ കർഷകർക്കും കയറ്റുമതിക്കാർക്കും അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്കും അരിക്കും അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന വില വർദ്ധിക്കുന്നത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ സഹായിക്കും. കൃഷിയോടൊപ്പം തന്നെ പ്രധാനമാണ് ഭക്ഷ്യ സംസ്കരണം അഥവാ ഫുഡ് പ്രോസസ്സിംഗ്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ താല്പര്യം വരുന്നത് നമ്മുടെ ഭക്ഷ്യ സംരക്ഷണ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും. അത്യാധുനികമായ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ, പാക്കിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ലോകത്തിന്റെ ഏത് കോണിലേക്ക് എത്തിക്കാനും സാധിക്കും. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അമേരിക്കൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ അധ്വാനവും ചേരുമ്പോൾ കാർഷിക മേഖലയിൽ ഒരു പുതിയ വിപ്ലവം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഈ കരാറിനെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ വൈകാരികമായ വശങ്ങളും കർഷകരുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ കർഷകർക്ക് ഭീഷണിയാകാത്ത രീതിയിലുള്ള ഇറക്കുമതി നയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സുകൾ ലഭിക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനും വിപണിയിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കാനും ഇത്തരം കരാറുകൾ സഹായിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന മത്സരം ഇന്ത്യൻ കർഷകരെ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കും. ട്രംപും മോദിയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധം ഇരു രാജ്യങ്ങളെയും കർഷകരെ പരസ്പരം സഹായിക്കുന്ന ഒരു വലിയ ചങ്ങലയായി മാറുകയാണ്. അമേരിക്കയുടെ വിപണി കരുത്തും ഇന്ത്യയുടെ ഉൽപാദനശേഷിയും കൈകോർക്കുമ്പോൾ അത് ലോക കാർഷിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അവർക്ക് പുതിയ വിപണികൾ കണ്ടെത്തുക, ആധുനിക സാങ്കേതിക വിദ്യകൾ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഈ കരാറിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. വരും തലമുറയിലെ കർഷകർക്ക് കൃഷിയെ ഒരു വലിയ ബിസിനസ്സായി കാണാൻ ഈ കരാർ പ്രചോദനമാകും. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്രതീക്ഷിതമായ മഴയും വരൾച്ചയും കർഷകരെ തളർത്തുന്നുണ്ട്. ഈ കരാറിന്റെ ഭാഗമായി അമേരിക്കയിലെ കാർഷിക സർവകലാശാലകളും ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളും തമ്മിൽ വലിയൊരു സഹകരണത്തിന് വഴിയൊരുങ്ങുന്നുണ്ട്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിത്തുകൾ, കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് തരുന്ന പ്രീസിഷൻ ഫാമിംഗ് തുടങ്ങിയ വിദ്യകൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ കർഷകരിലേക്ക് എത്തും. ഇത് കൃഷി ഒരു ഭാഗ്യ പരീക്ഷണമാകാതെ കൃത്യമായ വരുമാനം നൽകുന്ന ഒരു തൊഴിലായി മാറ്റാൻ സഹായിക്കുകയാണ്.
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം ശക്തമാകണമെങ്കിൽ അവിടുത്തെ കർഷകർ ശക്തരാകണം. ട്രംപും മോദിയും തമ്മിലുള്ള ഈ കരാർ ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് കുറയ്ക്കുന്നത്. ഇത് കേവലം കയറ്റുമതിയും ഇറക്കുമതിയും മാത്രമല്ല, രണ്ട് വലിയ സംസ്കാരങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണമാണ്. അമേരിക്കൻ കർഷകന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ കർഷകന്റെ കഠിനാധ്വാനവും ഒന്നിക്കുമ്പോൾ ലോകത്തിനു മുന്നിൽ ഒരു പുതിയ കാർഷിക മാതൃകയാണ് നാം അവതരിപ്പിക്കുന്നത്. കൃഷി എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്നത് മാത്രമല്ല, അതൊരു വലിയ ബിസിനസ് കൂടിയാണെന്ന് ഈ കരാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതോടെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സാധിക്കും. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള മരുന്നടിക്കൽ, സെൻസറുകൾ ഉപയോഗിച്ചുള്ള മണ്ണ് പരിശോധന, കൃത്യമായ വിളവെടുപ്പ് സമയം പ്രവചിപ്പിക്കുന്ന ആപ്പുകൾ എന്നിവയിൽ അമേരിക്ക നിക്ഷേപം വരുന്നത് വഴി നമ്മുടെ കാർഷിക മേഖല സ്മാർട്ട് ആകും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമ്മുടെ കുരുമുളകും ഏലവും ഇഞ്ചിയും അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സുരക്ഷിതമായി എത്തുന്നതോടെ വിലയിൽ വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന ഈ പുതിയ ഡിമാൻഡ് നമ്മുടെ നാടൻ കർഷകർക്ക് വിപണിയിലെ വിലയിടിവിൽ നിന്ന് ഒരു പരിരക്ഷ നൽകും. ഈ കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലാത്ത ഒരു പേരുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. കേവലം ഒരു വ്യാപാര കരാർ എന്നതിലുപരി ഭാരതത്തിന്റെ കർഷകരെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ കാണുന്നത്. അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അംഗീകരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ മോദിജി തന്റെ നയതന്ത്ര മികവിലൂടെ അത് സാധിച്ചെടുത്തിരിക്കുകയാണ്. ഭാരതത്തിലെ സാധാരണക്കാരനായ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി അർഹമായ വില ലഭിക്കണമെന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ കരാർ. ലോക്കൽ ഫോർ വോക്കൽ എന്ന ആഹ്വാനം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളെ അമേരിക്കയിലെ വമ്പൻ വിപണിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വഴി തുറന്നു. ഒരു കാലത്ത് നമ്മുടെ കർഷകർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വിലയും വിപണിയും ലഭിക്കുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഇന്ന് മോദിജി ആ തടസ്സങ്ങളെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഭാരതത്തിന്റെ കർഷകൻ ഇനി കേവലം ഒരു ഉൽപാദകൻ മാത്രമല്ല, അവൻ ലോക വിപണിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറുകയാണ്. അമേരിക്കയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇവിടുത്തെ ശുദ്ധമായ സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളും അമേരിക്കൻ ജനതയുടെ തീൻമേശകളിൽ ഇടം പിടിക്കും. നരേന്ദ്രമോദി പടുത്തുയർത്തിയ ഈ നയതന്ത്ര ബന്ധം നമ്മുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല. തന്റെ കർഷകർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിപണി നമുക്ക് മുന്നിൽ തുറന്നു തന്ന മോദിയുടെ നയതന്ത്ര മികവിന് മുന്നിൽ നമുക്ക് ആദരവ് അർപ്പിക്കാം. ഈ കരാറിലൂടെ അമേരിക്കൻ കർഷകർക്ക് ഇന്ത്യ ഒരു വലിയ താങ്ങാവുമ്പോൾ ഭാരതീയ കർഷകർക്ക് ലോകം തന്നെ ഒരു വിപണിയായി മാറുകയാണ്. ഇതൊരു വിൻ വിൻ സാഹചര്യമാണ്. കർഷകരുടെ വിയർപ്പിന് പൊന്നിന്റെ വില ലഭിക്കുന്ന, കൃഷി ഒരു അഭിമാനകരമായ തൊഴിലായി മാറുന്ന ആ സുവർണ കാലം ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. രണ്ട് മഹാശക്തികൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണെന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.